ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് 10,115 പേർക്ക് കൂടി 2,000 രൂപ കർഷക പെൻഷൻ അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. 13 ഉന്നതി കുടുംബങ്ങൾക്ക് വയനാട് ടൌൺഷിപ്പ് മാതൃകയിൽ വീട് നിർമ്മിച്ച് നൽകാനും അനുമതി. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിച്ചതായി മന്ത്രി പി പ്രസാദ്. ഉപ്പുവെള്ളം കയറിയുണ്ടാകുന്ന നെൽകൃഷി നാശത്തിനും ഇനി നഷ്ടപരിഹാരം. പശ്ചിമേഷ്യൻ മേഖലയിലെ 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയതായി CBSE. ഫലപ്രഖ്യാപന രീതി പിന്നീട് അറിയിക്കുമെന്നും ബോർഡ്. സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്ന സന്ദേശവുമായി ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി നിർണായക പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസണ് സംസ്ഥാന സർക്കാരിന്റെ ആദരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പ്രഖ്യാപിക്കും. അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 140 അംഗങ്ങളുള്ള കേരള നിയമസഭയുടെ കാലാവധി മെയ് 23-നാണ് അവസാനിക്കുന്നത്. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് 2026 മൂന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള വിജയികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് യുവജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കിടാനുമാണ് മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് ലക്ഷ്യമിടുന്നത്. ഇതോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ 12 ലക്ഷത്തിലധികം യുവാക്കളാണ് പങ്കെടുത്തത്. സംസ്ഥാനത്ത് 10,115 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. 13 ഉന്നതി കുടുംബങ്ങൾക്ക് വയനാട് ടൌൺഷിപ്പ് മാതൃകയിൽ വീട് നിർമ്മിച്ചു നൽകാനും യോഗം അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച പുഞ്ചിരിമട്ടം, ഏറാട്ടുകുണ്ട്, വില്ലേജ് റോഡ് ഉന്നതികളിലെ 13 കുടുംബങ്ങൾക്ക് ടൌൺഷിപ്പ് മാതൃകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് അനുമതി നൽകിയത്. 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ കർഷകർക്ക് ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെൻഷൻ നൽകാനും തീരുമാനമായി. ഇതിനായി 24.276 കോടി രൂപ അനുവദിക്കും. ഇതിനു പുറമെ 2,225 കർഷകരുടെ പെൻഷൻ അപേക്ഷകൾ കൂടി സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കും. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുള്ള വിളനാശത്തിന് അടിയന്തര സഹായ പദ്ധതി പ്രകാരം 2021 ഒക്ടോബർ മുതലുള്ള 76.68 കോടി രൂപ കുടിശ്ശിക അനുവദിക്കാനും തീരുമാനമായി. 1,50,267 കർഷകർക്കാണ് തുക വിതരണം ചെയ്യുക. സംസ്ഥാന വിള ഇൻഷുറൻസ് ഇനത്തിൽ 18,171 കർഷകർക്ക് 2024 ജൂൺ മുതൽ കുടിശ്ശികയുള്ള 43.19 കോടി രൂപ അനുവദിക്കാനും യോഗം തീരുമാനിച്ചു. 2024 ഡിസംബർ 31 വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ 50% ഇളവ് ചെയ്യും. 2026 മെയ് 30 മുമ്പ് അടച്ചു തീർക്കുമെന്ന വ്യവസ്ഥയിലാണ് ഇളവ് അനുവദിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ്. ഉപ്പുവെള്ളം കയറിയുണ്ടാകുന്ന നെൽകൃഷി നാശത്തിനും പുതിയ പദ്ധതിയിലൂടെ നഷ്ടപരിഹാരം ലഭിക്കും. പുതിയതായി 13 വിളകളെയും ഇതാദ്യമായി തേനീച്ച കൃഷിയെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം 3ാം ആഴ്ചയിലേക്ക് കടന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി ചൈനയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കപ്പലുകൾ അയക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. US, ഇസ്രായേൽ കപ്പലുകൾ ഒഴികെയുള്ള അന്താരാഷ്ട്ര ഗതാഗതത്തിനായി ഹോർമുസ് തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാനും വ്യക്തമാക്കി. അതേസമയം ഇന്ന് 14 വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും പ്രഖ്യാപിച്ചു. എന്നാൽ ഷാർജയിൽ നിന്ന് ഡൽഹി, കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, മുംബൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്താനും ആലോചനയുണ്ട്. റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോടും കൊച്ചിയിലേക്കും 2 വിമാന സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ മുതൽ അടുത്ത മാസം 10 വരെ നടക്കാനിരുന്ന 12ാം ക്ലാസ് പരീക്ഷകൾ CBSE റദ്ദാക്കി. നേരത്തെ മാറ്റിയ ഈ മാസം 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള പരീക്ഷകളും റദ്ദാക്കിയതായി ബോർഡ് അറിയിച്ചു. മേഖലയിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപന രീതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കേരളത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. വാണിജ്യ ആവശ്യത്തിന് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ കൂടാതെ പരമാവധി 5 സിലിണ്ടറുകളിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ അനധികൃതമായി ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും. ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.
ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നതെന്ന് ആലപ്പുഴ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം അധ്യക്ഷ ചുമതലയുള്ള ശ്രീമതി PR ഷോളി ആകാശവാണി വാർത്തകളോട്. 1986 ഉപഭോക്തൃ നിയമത്തിലെ പോരായ്മകൾ നീക്കി 2019 പുതിയ ഉപഭോക്തൃ നിയമം വന്നപ്പോൾ പരിഷ്കൃത സമൂഹത്തിലെ കമ്പോള വ്യവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ഓൺലൈൻ ഇ-കൊമേഴ്സ് വ്യാപാരം വഴിയുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമായി. കൂടാതെ എതിർകക്ഷികളുടെ താമസ സ്ഥലത്തോ വ്യവഹാര കാരണം ഉത്ഭവിച്ച സ്ഥലത്തെയോ കമ്മീഷനിൽ മാത്രം പരാതി നൽകാൻ കഴിയുമായിരുന്നിടത്ത് ഉപഭോക്താവിന്റെ താമസ സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തെയോ കമ്മീഷനിൽ പരാതിപ്പെടാവുന്നതും ഉപഭോക്താവിന് ഗുണമായി വന്നിട്ടുണ്ട്. തിരുവനന്തപുരം അമ്പലമുക്ക് ജംഗ്ഷന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ തുടരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ കഴക്കൂട്ടം, കേശവദാസപുരം, പട്ടം ഉൾപ്പെടെ 25 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ചൊവ്വാഴ്ച വരെ പൂർണ്ണമായും ഈ മാസം 23 വരെ ഭാഗികമായും തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേറ്ററ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകൾ നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി V ശിവൻകുട്ടി. സുപ്രീംകോടതി വിധിക്ക് അനുസരിച്ച് അധ്യാപകരുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകൾ നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,58,212 പേർ കൂടി പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് കോവളം ബീച്ചിൽ 13 വയസ്സുള്ള റഷ്യൻ ബാലന് തെരുവ് നായയുടെ കടിയേറ്റു. സംഭവത്തെ തുടർന്ന് ഹാർബർ വാർഡ് കൌൺസിലർ അഫ്സ സജീന തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷിന് കത്ത് നൽകി. കോവളത്ത് ഉടനെ തെരുവ് നായകൾക്കായി ഷെൽട്ടർ സ്ഥാപിക്കുമെന്ന് മേയർ ഉറപ്പു നൽകിയതായി വാർഡ് കൌൺസിലർ പറഞ്ഞു. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി നിർണായക പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസണ് സംസ്ഥാന സർക്കാരിന്റെ ആദരം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കായികമന്ത്രി V അബ്ദുറഹിമാൻ അധ്യക്ഷനാകും. മലയാളി താരം സഞ്ജു സാംസനെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും നാളെ അനുമോദിക്കും. തിരുവനന്തപുരം മംഗലപുരം മുല്ലശ്ശേരിയിൽ KCA പുതുതായി നിർമ്മിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് സഞ്ജുവിനെ ആദരിക്കുന്നത്. മുഖ്യമന്ത്രി പുതിയ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും. ഇടുക്കി ജില്ലയിലെ ഒരു പരീക്ഷാ ഹാളിൽ SSLC പരീക്ഷ എഴുതുന്നത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. വഴിത്തല സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കാഴ്ച ഏറെ കൌതുകകരമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കേരളത്തിനൊപ്പം രാജസ്ഥാൻ, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. 5ാം ക്ലാസ് മുതൽ ഈ മണ്ണിൽ പഠിച്ചു വളർന്ന ഇവർക്ക് മലയാളം ഇന്ന് അവരുടെ മാതൃഭാഷ പോലെ പ്രിയപ്പെട്ടതാണ്. ദിവസവേതന തൊഴിലാളികളുടെ മക്കളായ ഇവർ പരിമിതികളെ മറികടന്നാണ് വിജയഗാഥ രചിക്കുന്നത്. മലയാളം മനസ്സിലാക്കാനും പഠിക്കാനും മാത്രമല്ല തുടർന്നുള്ള ജീവിതവും ഇവിടെ തന്നെയാകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം മോഷണം പോയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് 10,115 പേർക്ക് കൂടി 2,000 രൂപ കർഷക പെൻഷൻ അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. 13 ഉന്നതി കുടുംബങ്ങൾക്ക് വയനാട് ടൌൺഷിപ്പ് മാതൃകയിൽ വീട് നിർമ്മിച്ച് നൽകാനും അനുമതി. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിച്ചതായി മന്ത്രി P പ്രസാദ്. ഉപ്പുവെള്ളം കയറിയുണ്ടാകുന്ന നെൽകൃഷി നാശത്തിനും ഇനി നഷ്ടപരിഹാരം. പശ്ചിമേഷ്യൻ മേഖലയിലെ 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയതായി CBSE. ഫലപ്രഖ്യാപന രീതി പിന്നീട് അറിയിക്കുമെന്നും ബോർഡ്. സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്ന സന്ദേശവുമായി ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി നിർണായക പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസണ് സംസ്ഥാന സർക്കാരിന്റെ ആദരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.